Hello friends, welcome to my channel. ഞാൻ ഇന്ന് ഒരു ഫിഷിന്റെ ഡോണറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. हम बनाने जा रहे फिश डोनट्स दिखाएंगे कैसे. 1/2 किलो नई मीन എടുത്തിട്ടുണ്ട്. आधा किलो सी फिश लिया है. बिना काटा का कुछ भी मछली से ये बना सकता है. पैन में डालना. പാനിനകത്തോട്ട് നമുക്ക് 1/2 കിലോ മീൻ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമക്ക് डालते थोड़ा सा हल्दी इतनी मंजल കൂടി ഇട്ട് കൊടുക്കാം. 1 टीस्पून मुलग ചെറുതായിട്ട് മുറിച്ചത്, 1 टीस्पून मिर्चा छोटा छोटा काट के रखा था वो भी डालेंगे. 1 टीस्पून प्याज, 1 टीस्पून ഉള്ളി ഇട്ട് കൊടുക്കാം. 1 टीस्पून ഇഞ്ചി, അദ്രക് 1 टीस्पून, ലഹസൂൻ 1 टीस्पून, വെളുത്തുള്ളി 1 टीस्पून ഇട്ട് കൊടുക്കാം. കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കാം. थोड़ा सा കരിയാപ്പത്ത भी डालना. अच्छे से मिलाएंगे. നമുക്ക് നന്നായിട്ട് ഇന്നൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. बंद करके बॉईल करने के लिए रखेंगे. വേവിക്കാൻ വെക്കാം. मछली बॉईल करने के लिए रखा है. मीडियम फ्लेम में डाल के बॉईल कर दीजिए अच्छे से पकने तक. നന്നായിട്ട് വേകുന്നവരെ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഈ വെന്തോന്ന് നോക്കാം. मछली हो गया कि देखिए വെള്ളം എല്ലാം പറ്റിയിട്ടുണ്ട്. पानी पूरा सूख गया है. मछली अच्छे से पक गया है. मीन നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. ഇതോടെ ठंडा करने के लिए रखेंगे. मीनिൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് നല്ല കൈ വെച്ച് തന്നെ ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. मछली का कांटा पूरा निकाल के हाथ से पाउडर करके रखा है. अभी डालना है आधा कप मैदा. 1/2 കപ്പ് മൈദ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബൗളിനകത്ത് ഇട്ട് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, നമക് 1/2 ടീസ്പൂൺ. सब अच्छा से मिक्स करना है. നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട എടുത്തിട്ടുണ്ട്. ഈ കണ്ട ലിയ है वो भी इसमें डालेंगे. നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. अच्छे से मिक्स कर दीजिए. 2 टेबल स्पून उल्ली अरिഞ്ഞത്, प्याज 2 टेबल स्पून इसमें डालेंगे. 1 टेबल स्पून मिर्चा പച്ചമുളക്, 1 टेबल स्पून വെളുത്തുള്ളി, ലഹസൂൻ, അദ്രക്, ഇഞ്ചി 1 टेबल स्पून, കരിയാപ്പത്ത നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. अच्छे से मिक्स कर दीजिएगा. मसाला പൊടികൾ ഇടാം. इसमें मसाला पाउडर डालना है. हल्दी पाउडर, मंजल പൊടി, मिर्चा पाउडर, മുളക് പൊടി 1/2 टीस्पून കുരുമുളക് പൊടി, गोल मिर्ची का पाउडर 1/2 टीस्पून, गरम मसाला 1/2 टीस्पून. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. सब अच्छा से मिक्स करके मछली डाल दीजिएगा. मीन इट കൊടുക്കുക. ഇതിനകത്തോട്ട് मछली डाल के हाथ से अच्छे से मिक्स कर दीजिएगा. നല്ലതായിട്ട് കൈ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. 2 टेबल स्पून पानी भी डाल के थोड़ा अच्छे से सॉफ्ट करना है. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. अच्छे से सॉफ्ट होके रख दिया है. देखिए ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാൾ ഒരു ഇത്തിരിയും കൂടെ ലൂസായിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോരോ പീസാക്കി ഉരുട്ടിയെടുക്കാം. एक पीस बनाएंगे, एक ബോൾ बना के रखेंगे. നമുക്ക് ഓരോരോ ബോൾ ഉണ്ടാക്കി ഇത് എല്ലാം അങ്ങനെ ഉണ്ടാക്കി വെക്കാം. മുട്ട എടുത്തിട്ടുണ്ട്. 2 अंडा लिया है. थोड़ा अच्छे से बीट करना है. നന്നായിട്ടത് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഓരോ ബോളുകൾ എടുക്കാം. एक बॉल निकाल के हाथ में पानी लगा के थोड़ा सा दबा दीजिए. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ. എന്നിട്ട് അതിനകത്തോട്ട് ഒരു വിരലിട്ടൊരു ഹോൾ ഉണ്ടാക്കണം. വടാക്ക ജൈസെ വട പോലെ നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് മുട്ടയ്ക്കകത്ത് മുക്കാം. अंडा में डुबा दीजिएगा. उसके बाद ब्रेड क्रम्स में डाल दीजिए. ब्रेड क्रम्സിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ദബാക്കെ നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നടുക്ക് നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. देखिए ऐसे होल बना के अंडा में डुबा दीजिएगा. अंडा में डिप करके മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിനകത്തുനിന്ന് നല്ലതായിട്ട് कोट ചെയ്തെടുക്കാം. ऐसे कोट करके निकाल देंगे.
डोनट्स एല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോണറ്റ്സ് पूरे शेप करके रखा है. तेल गरम हो गया. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. मीडियम फ्लेम में इट ഉണ്ടാക്കിയെടുക്കാം. मीडियम फ्लेम में डाल के बनाएंगे. डोनट्स നല്ല ബ്രൗൺ കളർ ആയി കഴിഞ്ഞു, നമുക്ക് എടുക്കാം. डोनट्स अच्छा ब्राउन कलर हो गया, निकाल देंगे. അടുത്തത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. दोबारा रेडी करके रखा है, वो भी डालेंगे. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഒക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല പറ്റിയ ഒരു സ്നാക്കാണ്. सब लोग घर में थोड़ा ट्राई करके देखिएगा, अच्छा टेस्ट है, क्रिस्पी है. प्लीज लाइक, शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.